രാഹുൽജിയുടെ പ്രസംഗം ബഹുമാനായ KC വേണുഗോപാൽ മലയാളത്തിലേക്ക് പരിഭാഷ. मुलपल्ली रामचंद्रन जी, KC वेणुगोपाल जी, बेनी बेनेगन जी, कैंडिडेट एलोज कुन्नपल्ली जी, young candidate from the UDF, brothers and sisters, friends, I'd like to welcome all of you here today. ബഹുമാന്യരായ വേദിയിലെ നേതാക്കളെ, എത്രയും പ്രിയപ്പെട്ട കോൺഗ്രസിന്റെയും UDF-ന്റെയും സഹപ്രവർത്തക സുഹൃത്തുക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരെയും ഈ സായം സന്ധ്യയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Now I'm happy to see quite a few ladies sitting in the front row. എനിക്ക് വളരെ സന്തോഷമുണ്ട്, നമ്മുടെ ഈ സഹോദരിമാർ മുൻനിരയിൽ തന്നെ ഇരിക്കുന്നത് കാണുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. But now the men are clapping too loudly. They are clapping too loudly right now. നമ്മുടെ സഹോദരന്മാരും വളരെ സന്തോഷത്തോടെ അവരെ മുന്നിലിരിക്കാൻ അനുവദിക്കുന്നു എന്നുള്ളതിലാണ് സന്തോഷം. Because this time Congress Party, UDF have done a revolution in tickets. You can see the result that we have youngsters. ഇപ്രാവശ്യം കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥി നിർണയ സമയത്ത് ഒരുപാട് ചെറുപ്പക്കാർക്കും പുതുമുഖങ്ങൾക്കും അവസരം കൊടുത്തതാണ്. കഴിഞ്ഞ തവണ നമ്മൾ എൽദോസിലൂടെ അത് കണ്ടതാണ് അതിന്റെ റിസൾട്ട്. But I want to see more women in our candidate list. പക്ഷെ എനിക്ക് കുറെ കൂടി സ്ത്രീകളെ നമ്മുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. My next job is to make that happen. എന്റെ അടുത്ത ജോലി അങ്ങനെ കൂടുതൽ സ്ത്രീകൾക്ക് കൂടി സ്ഥാനാർത്ഥി പട്ടികയിൽ അവസരം ഉണ്ടാക്കുക എന്നതായിരിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. And I'm going to get some of the men irritated, but my idea is in due course of time to give Kerala a woman chief minister. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്, ആശയം എന്ന് പറയുന്നത്, ഭാവിയിലേക്ക് കേരളത്തിലെ ഒരു സഹോദരി മുഖ്യമന്ത്രിയാവുന്ന ഒരവസ്ഥ ഉണ്ടാക്കുക എന്നതാണ്. It will take time, but it is one dream I have that a woman should lead Kerala. അതിൽ സമയമെടുക്കുമെന്ന് എനിക്കറിയാം, പക്ഷേ എന്റെ സ്വപ്നമാണ് കേരളത്തിലെ ഒരു സഹോദരി മുഖ്യമന്ത്രിയാവുക, ഒരു സ്ത്രീ മുഖ്യമന്ത്രിയാവുക എന്നുള്ളത്. Now their clap has become slightly less. അവര് ഇപ്പൊ ഇത് പറഞ്ഞപ്പോ അധികം ചൈയടിക്കുന്നില്ല നമ്മുടെ ഇപ്പോഴത്തെ പുരുഷ സഹോദരന്മാർ. Anyway, look, it's the same. As long as everybody is working together, it is the same. I want to say 2 or 3 things to you. എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അതെല്ലാം നമുക്ക് നടത്താൻ കഴിയുന്നത്. എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. We have a job crisis in the country and in Kerala. ഈ നാട്ടിലെ, ഇന്ത്യ രാജ്യത്തും കേരളത്തിലും തൊഴിൽ പ്രതിസന്ധി വളരെ രൂക്ഷമാണ്. We have an economic crisis. സാമ്പത്തിക പ്രതിസന്ധിയും അതുപോലെ ഉണ്ട്. What used to be our strength has become our weakness. നമ്മുടെ ശക്തി എന്തായിരുന്നോ അതിപ്പോ നമ്മുടെ ദൗർബല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. Our strength was harmony. Our strength was 9-10% economic growth. Our strength was being able to show a vision to our youngsters. നമ്മുടെ ശക്തി എന്ന് പറയുന്നത് സാഹോദര്യവും സ്നേഹവും സമാധാനവും നിലനിർത്തുന്ന ഒരു രാജ്യമാണ് നമ്മുടേതെന്നാണ്. നമ്മുടെ ശക്തി എന്നുള്ളത് സമ്പദ്ഘടന ശക്തമായ ഒരു രാജ്യം എന്നുള്ളതാണ്. ആ ശക്തിയാണ് നമ്മളെ ഏറ്റവും ശക്തിപ്പെടുത്തുന്നത്. All those 3 things are gone. ആ സാഹചര്യങ്ങളെല്ലാം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. Today the economy is disastrous. Jobs are unavailable and anger is everywhere. ഇപ്പോൾ വിനാശകരമായ രീതിയിലേക്ക് നമ്മുടെ രാജ്യം പോവുകയാണ്. ജോലിയൊന്നും ആർക്കും കിട്ടാനില്ല, സാമ്പത്തിക മേഖല അതുപോലെ തന്നെ. But we have to start somewhere. നമ്മൾ എവിടെയെങ്കിലും വെച്ച് ഇത് ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. And I think Kerala is the best place to start. അത് ആരംഭിക്കാൻ ഏറ്റവും നല്ല സ്ഥലം കേരളമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. And that is one of the reasons the UDF and the Congress has given so many young people. ആ ഒരു കാരണത്താലാണ് UDF-ഉം കോൺഗ്രസും ഒരുപാട് ചെറുപ്പക്കാർക്ക് പുതിയ അവസരങ്ങൾ നൽകിയിരിക്കുന്നത്. I was joking about the women.
there are actually many dynamic women who are also fighting the election. നമുക്കറിയാം ഒരുപാട് കഴിവുള്ള തന്റെ ഇടമുള്ള കാര്യശേഷിയുള്ള സഹോദരിമാരും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. But we want to bring a new way of thinking to the Vidhan Sabha. നിയമസഭയിലേക്ക് ഒരു പുതിയ ചിന്താഗതി വളർത്തിക്കൊണ്ടുവരേണ്ടത് നമുക്ക് ആവശ്യമായിട്ട് വന്നു. And there's a reason. അതിനൊരു കാരണമുണ്ട്. Because we want to try something very big. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്, പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി. We have mentioned this idea in our manifesto, but it is a revolutionary idea. It is called Nyaya Yojana. ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പ്രകടന പത്രികയിലൂടെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു വിപ്ലവകരമായിട്ടുള്ള പ്രകടന പത്രികയിലൂടെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നു. It's very simple. വളരെ ലളിതമാണ്. To start any economy, you need to put money into people's hands. സാമ്പത്തിക രംഗത്തെ ശക്തിപ്പെടുത്താൻ ഏറ്റവും എളുപ്പമായ മാർഗം എന്ന് പറയുന്നത് ആളുകളുടെ കയ്യിലേക്ക് പണം എത്തിക്കുക എന്നുള്ളതാണ്. If they have money, they will buy things. If they will buy things, people will need to produce things. If people need to produce things, factories will employ people. നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങും. സാധനങ്ങൾ വാങ്ങുമ്പോൾ പുതിയ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകും. Kerala is like a car without fuel in the tank. കേരളം ഒരു കാറിനെ പോലെ എടുക്കുക. നമ്മള് The chief minister, എണ്ണയില്ലാത്ത പെട്രോൾ ഇല്ലാത്ത ഒരു കാറിനെ പോലെയാണ് ഇപ്പോൾ കേരളം മുന്നോട്ട് നീങ്ങുന്നത്. the chief minister keeps turning the key, nothing happens. നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ താക്കോൽ കീ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. He presses the accelerator. Sometimes he presses the accelerator. Sometimes he turns the key. He presses the accelerator, turns the key, nothing happens. ചിലപ്പോൾ അദ്ദേഹം ആക്സിലറേറ്ററിനെ ചവിട്ടും, ചിലപ്പോൾ ഈ കീ ചലിപ്പിച്ചുകൊണ്ടിരിക്കും, പക്ഷെ എന്ത് ചെയ്തിട്ടും വണ്ടി മുന്നോട്ട് നീങ്ങുന്നില്ല. So, two things we are going to do to put petrol into the fuel tank. അതിൽ പ്രധാനപ്പെട്ട കാര്യം പെട്രോൾ അടിക്കണം, ഇതിനൊക്കെ തന്നെ വണ്ടി നീങ്ങണമെങ്കിൽ. So that when our chief minister turns the key, the engine starts. നമ്മുടെ മുഖ്യമന്ത്രിയാണെങ്കിൽ അദ്ദേഹം താക്കോൽ ചലിപ്പിച്ചാൽ എൻജിൻ പ്രവർത്തിക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാറും പ്രവർത്തിക്കും. First thing we are going to do, Nyaya Yojana, 6,000 rupees a month, 72,000 rupees a year to every poor family in Kerala. എന്തുകൊണ്ടാണ് നമ്മളത് പറയുന്നത്? നമ്മുടെ മുഖ്യമന്ത്രി കസേരയിരുന്നാൽ നമ്മുടെ മുഖ്യമന്ത്രി ആദ്യം നടപ്പിലാക്കാൻ പോയി പോകുന്നത് 6,000 രൂപ മാസം വെച്ച് 72,000 രൂപ ഒരു കൊല്ലം പാവപ്പെട്ടവന്റെ കൈകളിലേക്ക് എത്തിക്കുക, മിനിമം എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. We are not going to ask you where you come from, how old you are, whether you're believing in one religion or in another religion. If you are from Kerala, you need support, we are giving you support. ഈ പണം തരുമ്പോൾ ഒരു ഉപാധിയും നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ ജാതി ഏതാണ്, നിങ്ങളുടെ മതം ഏതാണ്, നിങ്ങളുടെ ഭാഷ ഏതാണ്, നിങ്ങൾ ഏത് രാജ്യത്തുള്ളവരാണ്, നിങ്ങൾ ഏത് ജില്ലയിലുള്ളതാണ്, ഒന്നും ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവരുടെ കൈകളിലേക്കും പണം എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Meaning there will be no bank account in Kerala which will have less than 72,000 rupees a year in it. അതായത് കേരളത്തിലെ ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു വർഷം 72,000 രൂപ എത്താത്ത ഒരാളും ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. It's a revolutionary idea, and if it works in Kerala, which I think it will, we will implement it all across the country. ഇതൊരു വിപ്ലവകരമായിട്ടുള്ള ആശയമാണ്. ഇത് കേരളത്തിൽ വിജയകരമായി നടപ്പിലാക്കിയാൽ മറ്റൊരു സംസ്ഥാനങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കാൻ കഴിയും എന്ന് ഞാൻ അഭിമാനത്തോടെ പറയട്ടെ. So Kerala is going to once again show the way forward to India. അങ്ങനെ കേരളം ഒരു പ്രാവശ്യം കൂടി ഇന്ത്യക്ക് മുന്നിൽ വഴികാട്ടിയായി മാറുകയാണ് എന്നുള്ളതാണ് സത്യം. So that is the first way we are going to put money into the fuel tank. അതുകൊണ്ടാണ് നമ്മൾ ജനങ്ങളുടെ കൈകളിലേക്ക് മണി എത്തിക്കുക എന്നുള്ള പറയുന്നത്. അതാണ് സാമ്പത്തിക രംഗത്തിന്റെ കൂടുതൽ പെട്രോൾ ഒഴിക്കുക എന്ന് പറയുന്നത് അർത്ഥം കൂടുതൽ പണം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. The second is rubber farmers will get 250 rupees a kilo. രണ്ടാമത്തെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞത് റബ്ബർ കർഷകര് നമുക്കറിയാം അവർക്ക് കിലോവിന് 250 രൂപ വെച്ച് റബ്ബർ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കുമെന്നുള്ളതാണ്. We believe with these two steps, with this injection of money into the Kerala economy, we will start the economy. അങ്ങനെ കേരള സമ്പദ്ഘടനയിലേക്ക് പണം വ്യാപിപ്പിക്കുന്നതിലൂടെ നമുക്ക് സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. You will take that money, you will buy things, people will then be required to produce them, and then young Keralites will get jobs in the factories that produce the things that you buy. ആത്യന്തികമായി നിങ്ങൾ സാധനം വാങ്ങും, ആ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും, കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകും, നമ്മുടെ ചെറുപ്പക്കാർക്ക്
വൻ തൊഴിലവസരങ്ങളുടെ സാധ്യതയാണ് ഈ ന്യായ് പദ്ധതിയിലൂടെ നമ്മൾ വിഭാവനം ചെയ്യുന്നത്. And our chief minister will start the engine and the car will start. അങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രി ഈ പരിപാടി നടത്തി കഴിഞ്ഞ് കാർ സ്റ്റാർട്ട് ചെയ്താൽ കാർ വളരെ വേഗതയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. There is another difference between us and the BJP and the left front. ഒരു വ്യത്യാസം, അതുപോലെ മറ്റൊരു വ്യത്യാസം കൂടിയുണ്ട് ഇടതുപക്ഷവും BJPയും നമ്മളുമായിട്ട്. We do not work for an organization. നമ്മൾ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാറില്ല. You will never find students in front of the Vidhan Sabha complaining that the UDF has given their jobs to our organization. ഒരിക്കലും ചെറുപ്പക്കാർക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിലോ അല്ലെങ്കിൽ വിധാനസഭയുടെ മുന്നിലോ സമരവരിച്ച ചെറുപ്പക്കാർക്ക് UDFന്റെ കാലത്ത് ബന്ധുക്കൾക്കും സഹോദരന്മാർക്കും ജോലി കൊടുത്തു എന്ന് പറയേണ്ട അവസ്ഥ ഉണ്ടാകാറില്ല. It can never happen. It can never happen. അങ്ങനെ ഒന്നും സംഭവിക്കാറില്ല. And what else will never happen is that if there are people complaining the way those youngsters are complaining, a UDF chief minister will be going and talking to them. അത് മാത്രമല്ല, ഇത്തരം ചെറുപ്പക്കാര് ഗവൺമെന്റിനായിട്ട് പരാതി പറയുമ്പോൾ ഒരു UDF മുഖ്യമന്ത്രിയാണെങ്കിൽ ആ പരാതി കേൾക്കാൻ അവരുടെ അടുത്തേക്ക് നേരിട്ട് പോകുമെന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള കാര്യം. We will never allow youngsters to sit in front of the Vidhan Sabha and not go and ask them what is going on. നമ്മൾ ഒരിക്കലും അനുവദിക്കില്ല ഇങ്ങനെ സംഭവിക്കാൻ. നമ്മുടെ ചെറുപ്പക്കാര് സമരവുമായി മുട്ടിലിഴഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ നിരാഹാരം കിടന്നുകൊണ്ടേ ഇരിക്കുന്നു. അവിടേക്ക് കടന്നു പോകാതെ അവരോട് ചർച്ച ചെയ്യാതെ ഒരു മുഖ്യമന്ത്രി ഇരിക്കുക എന്നൊരവസ്ഥ UDFന്റെ കാലത്ത് ഒരിക്കലും ഉണ്ടാകില്ല, അത് അനുവദിക്കുകയുമില്ല. Because ours is not a communist organization or an RSS type of organization. നമ്മുടെ സംഘടന എന്ന് പറയുന്നത് CPMന്റെ പോലെയുള്ള ഒരു സംഘടനയല്ല, RSSന്റെ പോലെയുള്ള സംഘടനയല്ല. Our organization is the people of Kerala. നമ്മുടെ സംഘടന എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ സംഘടനയാണ്. ജനങ്ങളാണ് നമ്മുടെ സംഘടന. In fact, it is your organization. നിങ്ങളുടെ സംഘടനയാണ്. It belongs to you. ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. And it is going to do what you want it to do. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് ചെയ്യാനാണ് ഈ സംഘടന ആഗ്രഹിക്കുന്നത്. We built a manifesto. Nyay Yojana is something that we discussed with you and you liked. നമ്മൾ പ്രകടന പത്രിക ഉണ്ടാക്കിയപ്പോൾ ഒരു AC മുറിക്കകത്തിരുന്ന് പ്രകടന പത്രിക ഉണ്ടാക്കുകയല്ല ചെയ്തത്. ന്യായ പദ്ധതി തന്നെ ഉയർന്നു വന്നത് നിങ്ങളുടെ ആശയത്തിന്റെ ഫലമായിട്ടാണ്. You told us that you want 250 rupees for rubber. നിങ്ങളാണ് പറഞ്ഞത്. നിങ്ങളോട് ചോദിച്ചു എന്താണ് റബ്ബർ കർഷകരുടെ പ്രതിസന്ധി. നിങ്ങളാണ് പറഞ്ഞത് 250 രൂപ റബ്ബറിന് ഒരു കിലോയ്ക്ക് മിനിമം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകണം. അതുകൊണ്ടാണ് മാനിഫെസ്റ്റോയിൽ അത് വന്നത്. You told us that farmers are struggling and we should give you a separate budget. നിങ്ങൾ പറഞ്ഞു നമ്മുടെ കർഷകരാകമാനം ദുരിതത്തിലാണ്, അവർക്ക് പ്രയാസങ്ങളുണ്ട്, അതുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രമായി ഒരു പ്രത്യേകമായിട്ടുള്ള ബജറ്റ് ഉണ്ടാകണമെന്ന് നിങ്ങൾ പറഞ്ഞു. നമ്മളത് മാനിഫെസ്റ്റോയിൽ അവതരിപ്പിച്ചു. This idea was not ours, it's yours. എല്ലാ ആശയങ്ങളും നിങ്ങളുടെ ആശയങ്ങളാണ്. So that is what I'm trying to tell you. The government that is going to come, the UDF government that is going to come, is going to be yours. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് UDFന്റെ ഒരു ഗവൺമെന്റ് വരുന്നത് നിങ്ങളുടെ സമ്പൂർണ്ണമായിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗവൺമെന്റ് ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. And if you have a complaint against it, we will listen to that complaint. അതിനെക്കുറിച്ച് പരാതികൾ ഉണ്ടാകാമായിരിക്കും, പക്ഷെ ആ പരാതികൾ നമ്മൾ കേൾക്കും, പരിശോധിക്കും. We will not beat you or threaten you or kill you because you have a complaint against us. നിങ്ങളെ അടിക്കില്ല, കൊല്ലില്ല, ഭീഷണിപ്പെടുത്തില്ല. നിങ്ങൾ പറയുന്നത് കേൾക്കുകയാണ് ചെയ്യുക. Because frankly, we need your guidance to run the state. We need your guidance to run the state. നിങ്ങളുടേതായിട്ടുള്ള ഉപദേശങ്ങൾ വേണം ഈ രാജ്യം മുന്നോട്ട് നയിക്കാൻ, മുന്നോട്ട് നീങ്ങാൻ. We are your instrument. We are your instrument. നിങ്ങളുടെ ഒരു ഉപകരണം മാത്രമാണ് ഞങ്ങൾ. And we have to have a conversation with you to lead the state. നിങ്ങളുമായിട്ട് ഒരു ചർച്ച നടത്തി മാത്രമേ ഈ രാജ്യം മുന്നോട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുള്ളൂ. And that is the central idea I wanted to leave you with. അതാണ് UDFന്റെയും കോൺഗ്രസിന്റെയും ഒരു മുഖ്യ ആശയക്കേന്ദ്രം എന്ന് പറയാനുള്ള ആഗ്രഹിക്കുന്നത്. We need him to pass Nyay. ഇദ്ദേഹത്തെ ന്യായം എന്ന് പറയുന്ന സംഭവം രാജ്യത്ത് നടപ്പിലാക്കാൻ എൽദോസ് കുന്നപ്പള്ളിയെ നമുക്ക് വീണ്ടും വേണം. We need him to give 250 rupees to rubber farmers. 250 രൂപ റബ്ബർ കർഷകർക്ക് നൽകാൻ ഇദ്ദേഹത്തിന് വീണ്ടും നമുക്ക് ആവശ്യമുണ്ട്. And we need him to bring Kerala together. കേരളത്തിലെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നയിക്കാൻ എൽദോസിനെ പോലെയുള്ള ആളുകളെ പെരുമ്പാവൂർ ജയിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത നമുക്കുണ്ട്.
So I would like to thank all of you for coming here. It is late at night and I appreciate you coming here and listening to me. അപ്പോൾ എന്തായാലും നമ്മളെ നിങ്ങളെ ഇതൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് പറയുന്നത്. And we cannot finish the evening without mentioning two of our senior leaders. ഈ മീറ്റിംഗിൽ ഞാൻ ഇവിടെ വന്ന് പ്രസംഗിക്കുമ്പോൾ രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രഗത്ഭരായ നമ്മുടെ സീനിയർ നേതാക്കന്മാരുടെ പേര് പറയാതെ എനിക്ക് കടന്നു പോകാൻ കഴിയില്ല. PP Tankachan PP തങ്കച്ചൻ and TH Mustafa. and TH മുസ്തഫ, ഈ രണ്ട് നേതാക്കന്മാർ പെരുമ്പാവൂരിന് എല്ലാ കാലത്തും വഴികാട്ടിയായിരുന്ന ഈ രണ്ട് നേതാക്കന്മാരുടെ പേര് പറയാതെ പോകാൻ എനിക്ക് കഴിയില്ല. അവരുടെ പേര് ഞാൻ പരാമർശിക്കുകയാണ്. Thank you very much. നന്ദി. Rahul Ji Zindabad! Rahul Ji Zindabad!